രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രത്യേകിച്ചും മറ്റേ പ്രധാന രാഷ്ട്രീയ കക്ഷികൾക്ക് പൊതുവെയും മുഖത്തേറ്റ ഒരടിയാണ് രാജ്യത്തിൻ്റെ ഉന്നത നീതിപീഠമായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്നലെ പുറപ്പെടുവിച്ചതായ ഇലക്ടറൽ ബോണ്ട് നിരോധിച്ചുകൊണ്ടുള്ള വിധി. രാഷ്ട്രീയ ധാർമ്മികതയും സത്യസന്ധതയും അതുപോലെ തന്നെ സുതാര്യതയും ബലികഴിച്ചുണ്ട നിലപാടിന് എതിരായിട്ടുള്ള ഒരു വലിയ ആഘാതം തന്നെയാണ് ഈ വിധി മൂലം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര പ്രധാനമായ വിധി തന്നെയാണ്. 5 പേരടങ്ങുന്ന ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ചാണ് ഇലക്ടറൽ ബോണ്ട് സമ്പ്രദായം ഭരണഘടനാ വിരുദ്ധവും ഏകപക്ഷീയവുമാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വണ്ണം പ്രസ്താവിച്ചുകൊണ്ടുള്ള വിധി പുറപ്പെടുവിച്ചത്. ഇതിനകത്ത് ഭരണഘടനാപരമായ ലംഘനം ഏത് എന്നവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ തരം നടപടികൾ ഏത് പൗരനും അതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ അവകാശമുള്ളതാണ്. ആ അവകാശത്തെ നിഷേധിക്കുന്നു എന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനായി സാധ്യമല്ല. ഇതിനെ സംബന്ധിച്ച് വളരെ ദീർഘമായി പറയേണ്ടതുണ്ടെങ്കിലും ഇത്തരുണത്തിൽ സംക്ഷിപ്തമായി പറയാനാണ് സ്നേഹിതരെ ആഗ്രഹിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഉദയം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 1ാം സർക്കാരിൽ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീമാൻ അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവന്ന ഒരു നിയമ പരിഷ്കാരത്തിലൂടെയാണ്. 2017 ശ്രീമാൻ അരുൺ ജെയ്റ്റ്ലിയാണ് ഈ തരത്തിൽ ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം രാജ്യത്താദ്യമായി പ്രയോഗത്തിൽ കൊണ്ടുവന്നത്. ഇത് വളരെ തന്ത്രപരമായി ദീർഘമായ ആസൂത്രണത്തിൻ്റെ ഫലമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉന്നത ശ്രേണിയിലുള്ള നേതാക്കളെല്ലാവരും ഒരുമിച്ചിരുന്ന് കൊണ്ടുവന്ന ഒരു നിയമമാണ് എന്ന കാര്യത്തിലും വളരെ വ്യക്തമായ സൂചനകളുണ്ട്. ഇത് 2017 അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവന്ന് പാസ്സാക്കിയെടുക്കുകയും 2018 അത് പ്രാബല്യമാവുകയും ചെയ്തു. ഈ ബില്ല് പാസ്സാക്കിയെടുത്തത് തന്നെ വളരെ ആസൂത്രിതമായ ഒരു നീക്കത്തിലൂടെ ആയിരുന്നു. സ്വാഭാവികമായി ഒരു പുതിയ നിയമം പാർലമെന്റ് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ പാർലമെന്റിന്റെ 2 സഭകളും അംഗീകരിക്കണം, ലോക്സഭയും രാജ്യസഭയും. എന്നാൽ 2017 ഈ നിയമം കൊണ്ടുവരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലായിരുന്നു. അതിനെ അതിജീവിക്കാൻ വേണ്ടി നിയമ വിശാരദന്മാർ അരുൺ ജെയ്റ്റ്ലിക്ക് കൊടുത്ത ഉപദേശമാണ്, നിങ്ങൾ ഇത് ഒരു മണി ബില്ലായി അവതരിപ്പിക്കുക. മണി ബില്ലായി അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി ലോക്സഭ മാത്രം പാസ്സാക്കിയാൽ അത് നിയമം ആകും എന്നാണ് ഭരണഘടനയിൽ അനുശാസിക്കുന്നത്. അതിൻ്റെ സംരക്ഷണയിലാണ് ശ്രീമാൻ അരുൺ ജെയ്റ്റ്ലി ഒരു മണി ബില്ലിലൂടെ കൊണ്ടുവന്ന് ഈ നിയമം പ്രാവർത്തികമാക്കിയത്. അതിനേക്കാൾ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയ കൂടി ഇതിൻ്റെ ഭാഗമായി അരുൺ ജെയ്റ്റ്ലി നടത്തിയിട്ടുണ്ട്. ഈ രാജ്യത്ത് ചരിത്ര പ്രധാനമായിട്ടുള്ള 4 നിയമങ്ങളാണ് ഇതിന് അനുയോജ്യമായ രീതിയിൽ ഭേദഗതി ചെയ്തത്. ഒന്ന്, ജനപ്രാതിനിധ്യ നിയമം അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്. രണ്ടാമത്തേത് ഇൻകം ടാക്സ് ആക്ട്. മൂന്നാമത്തേത് കമ്പനീസ് ആക്ട്. നാലാമത്തേത് വിദേശ സംഭാവന നിയന്ത്രണ ആക്ട്. ഈ 4ഉം ചരിത്ര പ്രാധാന്യമുള്ള നിയമങ്ങളാണ്. വിദേശത്തു നിന്ന് സംഭാവന സ്വീകരിക്കുന്നതിൽ നിയന്ത്രണങ്ങളുണ്ട്.
ആദായ നികുതി കണക്കാക്കുന്നതിൽ നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ തന്നെ ജനപ്രാതിനിധ്യ നിയമങ്ങളിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. കമ്പനി നിയമങ്ങളിലും നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളിലെല്ലാം ഈ ഇലക്ട്രൽ ബോണ്ടിൽ തടസ്സങ്ങൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കി വളരെ ആസൂത്രിതമായി അതിൽ ഭേദഗതികൾ കൊണ്ടുവന്നു. അപ്പോൾ നഗ്നമായ ഭരണഘടനാ ലംഘനം ഭാരതീയ ജനതാ പാർട്ടി 2014 തെരഞ്ഞെടുപ്പിൽ മുതൽ പ്രയോഗിച്ചു എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമുക്കറിയാം 2014 മുതൽ ഈ പറയുന്ന 2019 വരെ ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിലിരുന്നു. ഒന്നാം മോദിയുടെ സർക്കാർ 2019 രണ്ടാം ഊഴം ലഭിക്കുന്നതിന് വേണ്ടി ഈ നിയമം വളരെ ഭംഗിയായി ചാതുര്യത്തോടെ ഉപയോഗിച്ചുകൊണ്ടാണ് BJP 2019 വീണ്ടും അധികാരത്തിൽ വന്നത്. ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ കോർപ്പറേറ്റുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വാങ്ങിയെടുക്കാം എന്നുള്ളതാണ്. സാധാരണയായി ഒരു പരിധി കഴിഞ്ഞുള്ള പണം ഇടപാടുകൾ നടത്തുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ മറ്റു നിയമങ്ങളും ചില അടിസ്ഥാനമായ വ്യവസ്ഥകൾ അനുശാസിച്ചിട്ടുണ്ട്. ഒരു പരിധിക്കപ്പുറം നമ്മൾ പണമിടപാടുകൾ നടത്തുമ്പോൾ ആദായ നികുതി കൊടുക്കാൻ വ്യക്തികളും കോർപ്പറേറ്റുകളും ബാധ്യസ്ഥരാണ്. എന്നാൽ ഈ കാര്യത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴിയായി പണം കൊടുക്കുമ്പോൾ ഈ പറയുന്ന ആദായ നികുതിയുടെ വ്യവസ്ഥയാകട്ടെ, കമ്പനി നിയമങ്ങളുടെ വ്യവസ്ഥയാകട്ടെ, ജനപ്രാതിനിധ്യ നിയമത്തിന്റെ വ്യവസ്ഥയാകട്ടെ, വിദേശ സംഭാവന നിയന്ത്രണ ബില്ലിന്റെ വ്യവസ്ഥകളാകട്ടെ ബാധകമാവില്ല എന്നാണ് ഈ നിയമത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ സംഭരിച്ച ശതകോടികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി 2019 അധികാരത്തിൽ വന്നിരുന്നത് എന്ന് പറഞ്ഞാൽ ഒട്ടും അധികപ്പറ്റാവുകയില്ല. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിട്ടുള്ളത് ഒരു പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി 1 കോടി രൂപയാണ് ചെലവാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമം മൂലം അംഗീകാരം നൽകിയിട്ടുള്ളത്. എന്നാൽ ഏറ്റവും ഒടുവിൽ കിട്ടിയ കണക്കനുസരിച്ച് 2019 മോഡിയുടെ രണ്ടാം ഊഴത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 27,000 കോടി രൂപയാണ് ഈ ഇന്ത്യയിൽ ഒഴുകിയത്. അപ്പോൾ ശരാശരി കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 53 കോടി രൂപ ഒരു നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ചെലവഴിച്ച്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വോട്ടുകൾ വില കൊടുത്ത് വാങ്ങിയാണ് അധികാരത്തിൽ വന്നത്. ആ നരേന്ദ്രമോദിയാണ് ലോകം മുഴുവൻ സഞ്ചരിച്ച് ആളുകളെ PR വർക്കിലൂടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുടെ വിളിച്ചുകൂട്ടി ഹരേ രാം ഹരേ രാം എന്ന് ആവർത്തിച്ച് മുദ്രാവാക്യം വിളിപ്പിക്കുന്നു. എന്തൊരു വൈരുദ്ധ്യമാണ്, എന്തൊരു അധാർമികതയാണ്, എന്ത് സത്യസന്ധതയില്ലായ്മയാണ്, സുതാര്യതയില്ലായ്മയാണ്. ഒരു ഭാഗത്തുകൂടെ കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വരികയും മറുഭാഗത്തൂടെ ഞാൻ ഈശ്വര ഭക്തനാണെന്ന് ലോകത്തെ വിളിച്ചറിയിക്കാൻ ലോകത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പൂജാരിയായി പോലും ആ റോളിൽ പോലും ഒരു പ്രധാനമന്ത്രി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ ഇവരുടെ സത്യസന്ധതയില്ലായ്മയും ആത്മാർത്ഥതയില്ലായ്മയും കാപട്യവും ലോകം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാന സംഗതി. എന്തായാലും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് മുഖത്തേറ്റ അടിയാണ് ഈ സുപ്രീം കോടതിയുടെ വിധി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന് ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് സാധാരണക്കാരന്റെ ആശ്രയസ്ഥാനം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ 3ാം തൂണായ നിയമ സംവിധാന വ്യവസ്ഥയാണ്.
ആ നിയമ സംവിധാന വ്യവസ്ഥ ഇപ്പോഴും ഈ ഭാരതത്തിൽ സജീവമാണ് എന്ന് ഏറ്റവും ഒടുവിൽ തെളിയിക്കപ്പെട്ട ചരിത്ര പ്രധാനമായ ഒരു വിധിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്നലെ പുറപ്പെടുവിച്ചത് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. അവർ വളരെ വ്യക്തമായി ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നു, ഈ വരുന്ന മാർച്ച് മാസം 13-ാം തീയതിയോടുകൂടി ഈ ഇലക്ടറൽ ബോണ്ട് വഴി സമാഹരിച്ച തുകയുടെ വിശദ വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്ന്. എന്താണ് അതിന്റെ അടിസ്ഥാനപരമായ പ്രമാണം? 140 കോടി ജനങ്ങൾ വസിക്കുന്ന ഇന്ത്യയിലെ ഓരോ പൗരനും ഇത് ഏത് കമ്പനികളാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഏത് വ്യക്തികളാണ് ഇത് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് എന്നത് അറിയാൻ ഭരണഘടനാപരമായ അവകാശമുണ്ട്. ഇവിടെ പറയാതെ പറയുന്ന കോർപ്പറേറ്റുകളെ കുറിച്ചൊക്കെ കൂടുതൽ വിസ്തരിക്കേണ്ടതില്ല. അംബാനിയും അദാനിയും അതുപോലെയുള്ള വൻകിട കോർപ്പറേറ്റുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നതായ ശതകോടികളുടെ കണക്ക് ഇന്നും ദുരൂഹമായി നിലനിർത്തുവാൻ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ബോണ്ട് എന്ന നിയമത്തിന്റെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ 140 കോടി ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം കൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതെല്ലാം പൊളിച്ചടുക്കുന്ന ഐതിഹാസികമായ ഒരു വിധിയാണ് ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉന്നത നീതിപീഠം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനിയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പണത്തിന്റെ ഒഴുക്കും ഇതുപോലെ കോർപ്പറേറ്റുകളുടെ കള്ളക്കളിയും നികുതി വെട്ടിപ്പും അത്ര എളുപ്പമായിരിക്കുകയില്ല എന്ന വലിയ സന്ദേശം ഈ വിധിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. സാധാരണ പൗരൻ ഈ കാര്യത്തിൽ ഏറെ സന്തോഷിക്കുന്നുണ്ട്. ഉന്നത നീതിപീഠം സാധാരണ പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായി കൂടി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു.